എല്ലാവർക്കും നമസ്കാരം. മൈ റേഡിയോ 90 FM-ൻ്റെ ഈ വർഷത്തെ എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൈമൺ ജോസ്, കാട്ടൂർ പോംപെ സെൻറ്റ് മേരീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കോമേഴ്സ് അധ്യാപകനാണ്. ഈ വർഷത്തെ 2ാം വർഷ അക്കൗണ്ടൻസി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏതാനും ട്രിക്സുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 12 വർഷം പഠിച്ചതിന് ശേഷം നമ്മളൊരു പബ്ലിക് പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണ്. അക്കൗണ്ടൻസി പരീക്ഷയിൽ 60 മാർക്കിൻ്റെ ചോദ്യമാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അത് പാർട്ട് എ 40 മാർക്കും പാർട്ട് ബി 20 മാർക്കുമാണ്. പാർട്ട് എയിൽ നമുക്കറിയാം അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ചോദിക്കുക എങ്കിൽ 20 മാർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന വിഷയത്തിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. പാർട്ട് എയിൽ നമുക്ക് എത്ര ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. അക്കൗണ്ടൻസി പരീക്ഷയിൽ കുട്ടികൾക്ക് സമയം തികയുന്നില്ല എന്നുള്ള ഒരു പരാതി പരീക്ഷ അവസാനിക്കുമ്പോൾ വരാറുണ്ട്. അതിൻ്റെ കാരണം കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുകയും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ടൈം മാനേജ്മെൻറ്റിലൂടെ കൃത്യമായി അളന്നെടുത്ത് ഓരോ ഉത്തരങ്ങൾക്കും വീതിച്ച് നൽകി എഴുതുകയും ചെയ്യുക എന്നുള്ളതിലാണ് പരീക്ഷയുടെ വിജയമിരിക്കുന്നത്. പല കുട്ടികളും പഠിച്ച കാര്യങ്ങൾ പോലും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റാതെ ഇരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പാർട്ട് എയിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടാകും എന്നാണ്. പാർട്ട് എ നമുക്ക് 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമാണ്. അതിൽ ആദ്യത്തെ 5 ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ 4 ഉത്തരങ്ങൾ എഴുതേണ്ടതുണ്ട്. 4 ചോദ്യത്തിന് ഓരോ മാർക്ക് വീതം 4 മാർക്കാണ് നമുക്ക് ലഭിക്കുക. 6-7 ചോദ്യങ്ങൾ നമ്മൾ നിർബന്ധമായും എഴുതണം. 2 മാർക്ക് വീതം 2 ചോദ്യങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കും. 8, 9, 10 ചോദ്യങ്ങളിൽ 3 മാർക്ക് വീതമാണ് ലഭിക്കുക. 2 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണം. 11, 12 ചോദ്യങ്ങൾ നമ്മൾ നിർബന്ധമായും എഴുതേണ്ടതുണ്ട്. 4 മാർക്കാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെ 8 മാർക്ക് ലഭിക്കും. 13, 14 ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 2നും നമ്മൾ ഉത്തരം എഴുതണം. 10 മാർക്ക് ലഭിക്കും. 15, 16 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന് ഉത്തരം എഴുതണം. 8 മാർക്ക് നമുക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് 40 മാർക്കാണ് ലഭിക്കുക. അപ്പോൾ ആകെ നമുക്ക് 16 ചോദ്യങ്ങളിൽ 3 ചോദ്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്. 13 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതേണ്ടതുണ്ട്. പാർട്ട് ബിയിൽ നമുക്ക് വീണ്ടും 10 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൽ ആദ്യത്തെ 4 ചോദ്യങ്ങൾ ഓരോ മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ്. അതിൽ നിന്നും 3 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതേണ്ടതുണ്ട്. അടുത്ത ചോദ്യം 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ നിർബന്ധമായും ഉത്തരം എഴുതണം. 22, 23 ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഈ 2 ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം എഴുതണം. 24ാമത്തെ ചോദ്യം 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അതിനും നമ്മൾ നിർബന്ധമായും ഉത്തരം എഴുതേണ്ടതുണ്ട്. 25, 26 ചോദ്യങ്ങളിൽ നിന്നും ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതണം. 5 മാർക്കാണ് ആ ചോദ്യത്തിന്. അങ്ങനെ നമുക്ക് ആകെ 20 മാർക്ക് ചോദ്യങ്ങൾ ഉത്തരം എഴുതേണ്ടതുണ്ട് പാർട്ട് ബിയിൽ. പാർട്ട് എയും പാർട്ട് ബിയും ഉത്തരം എഴുതി കഴിയുമ്പോൾ നമുക്ക് 60 മാർക്ക് കരഗതമാകും. ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ 16 ചോദ്യങ്ങളാണ് പാർട്ട് എയിൽ നമുക്ക് ലഭിക്കുക. 52 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അതിൽ 40 മാർക്ക് നമ്മൾ എഴുതണം. പാർട്ട് ബിയിൽ 10 ചോദ്യങ്ങൾ 26 മാർക്കിന് ചോദിക്കും. 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 20 മാർക്ക്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഘടന മനസ്സിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ടൈം മാനേജ്മെൻറ്റ് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ പരീക്ഷ 2 മണിക്കൂർ 15 മിനിറ്റ് സമയമാണ്. 60 മാർക്ക് എന്ന് പറയുമ്പോൾ 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മാർക്കിന് 2 മിനിറ്റ് സമയം ഉപയോഗിക്കാൻ സാധിക്കും. 15 മിനിറ്റ് സമാശ്വാസ സമയമാണെന്ന് നമുക്കറിയാമല്ലോ. എഴുതാൻ സാധിക്കുകയില്ല. പക്ഷേ സമാശ്വാസ സമയത്ത് ഏതൊക്കെ ചോദ്യങ്ങളാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ഞാൻ പഠിച്ചത് ഓർമ്മയുള്ളത് എന്ന് മനസ്സിലാക്കുകയും ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പാടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അതൊന്ന് കുറിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. ആ കുറിച്ച് വെച്ച ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും നല്ല ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം എഴുതുന്നതിൽ വിരോധമില്ല. പക്ഷേ കണ്ടുവരുന്ന ഒരു ചെറിയ പ്രശ്നം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എസ്സേ ചോദ്യം 8 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്ന കുട്ടി ആദ്യം തന്നെ അത് ചെയ്യുന്ന സമയത്ത്
എക്സൈറ്റ്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ പരീക്ഷയുടെ ചെറിയ ടെൻഷൻ കൊണ്ടോ ഉത്തരത്തിലേക്ക് എത്താതിരിക്കുകയും വീണ്ടും വീണ്ടും ആ ചോദ്യം ചെയ്യുന്നതുമായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ നമ്മുടെ സമയം, നമുക്ക് 8 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് ലഭിക്കുന്ന മാക്സിമം സമയം 15-16 മിനിറ്റാണ്. അത് കഴിഞ്ഞും ആ ചോദ്യത്തിൽ തന്നെ നിലനിന്ന് നമ്മൾ വെട്ടി വീണ്ടുമൊക്കെ ചെയ്യുന്നത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് താളം തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അക്കൗണ്ടൻസിയുടെ പ്രത്യേകത നമുക്കറിയാം. കൂട്ടിമുട്ടിയില്ല എങ്കിൽ ഉത്തരം തെറ്റാണെന്ന് തിരിച്ചറിയുന്ന പഠിക്കുന്ന വിദ്യാർത്ഥി വീണ്ടും വീണ്ടും അതേ ചോദ്യം ഉത്തരം ചെയ്യുന്നത്, ആൻസർ ചെയ്യുന്നത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് തെറ്റിക്കും. അപ്പം നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ ചോദ്യങ്ങൾ നിർത്തി ബാക്കി ചോദ്യങ്ങൾ ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം തിരിച്ചു വന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഈ എസ്സേ ചോദ്യങ്ങൾ എഴുതുന്ന സമയത്ത് പുതിയ ഷീറ്റിൽ തുടങ്ങാൻ നമുക്ക് കഴിയണം. മിക്കവാറും എസ്സേ ചോദ്യത്തിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 3 പാർട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. ഒന്നുകിൽ PA അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട്, അല്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട്. ഇങ്ങനെ 3 ഭാഗങ്ങൾ ഉള്ള ഒരു ചോദ്യം ഒരിക്കലും നമ്മൾ പല പേപ്പറുകളിൽ എഴുതാൻ ശ്രമിക്കരുത്. എത്ര സ്ഥലം ബാക്കിയുണ്ടെങ്കിലും എസ്സേ ചോദ്യം എഴുതുന്ന സമയത്ത് പുതിയ ഷീറ്റിൽ തന്നെ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. പല കുട്ടികളും മാർജിൻ്റെ അകത്ത് പല കാര്യങ്ങൾ എഴുതുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സ് എഴുതണമെന്നുണ്ടെങ്കിൽ, വർക്കിംഗ് നോട്ട്സ് എഴുതണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അവസാന ഷീറ്റിൽ അത് എഴുതുകയോ അല്ലെങ്കിൽ ആ പരീക്ഷയുടെ ആദ്യത്തിൽ തന്നെ ഒരു എക്സ്ട്രാ ഷീറ്റ് വാങ്ങുന്നതിലും വിരോധമില്ല, നിയമ തടസ്സമില്ലെന്ന് മനസ്സിലാക്കുക. ഇൻവിജിലേറ്റർ വരുന്ന ടീച്ചറോട്, അധ്യാപികയോട് മാന്യമായി നിങ്ങളുടെ ആവശ്യം പറയുകയും വർക്കിംഗ് നോട്ടിന് വേണ്ടിയാണ് ഞാൻ ഈ ഷീറ്റ് വാങ്ങുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ആ വർക്കിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഷീറ്റ് വാങ്ങി പരീക്ഷ അവസാനിക്കുന്ന സമയത്ത് അത് ചേർത്ത് വയ്ക്കുന്നതിൽ വിരോധമില്ല. മാർജിൻ്റെ ഉള്ളിൽ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ അല്ലാതെ വേറെ ഒന്നും എഴുതാൻ പാടുള്ളതല്ല. ചില ചോദ്യങ്ങൾക്ക് ഉപചോദ്യങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ഒക്കെ ചോദ്യങ്ങൾക്ക് ഉപചോദ്യങ്ങൾ ഉണ്ടാകും. ഉപചോദ്യങ്ങളുടെ നമ്പർ പോലും 3-1 അല്ലെങ്കിൽ 10-1 എന്നീ പറയുന്ന ചോദ്യങ്ങൾ പോലും, നമ്പർ പോലും മാർജിൻ്റെ പുറത്താണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ മാത്രം മാർജിൻ്റെ ഉള്ളിൽ എഴുതാൻ നമ്മൾ ശ്രമിക്കണം. ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് നല്ലൊരു ലേഔട്ട് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. ലേഔട്ട് എന്ന് പറയുന്നത് എഴുതുന്ന അക്ഷരത്തിൻ്റെ ഭംഗിയല്ല. എല്ലാ അക്ഷരങ്ങളും എഴുതിയതിന് ശേഷം ആളുകൾക്ക് ഓരോ ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ എഴുതുന്നതിനെയാണ് ലേഔട്ട് എന്ന് നമ്മൾ പറയുന്നത്. ആശയങ്ങളെ ക്രമമായി രൂപപ്പെടുത്തി മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകന് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ അക്കങ്ങളും അക്ഷരങ്ങളും അക്കൗണ്ടൻസി പരീക്ഷയിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്ഥാനം തെറ്റി എഴുതുന്ന അക്കങ്ങൾ, പൂജ്യങ്ങൾ ഒക്കെ നമ്മൾ കൂട്ടിയെടുക്കുന്ന സമയത്ത് തെറ്റിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫോമാറ്റ് വരയ്ക്കുന്ന സമയത്ത് ഭംഗിയായിട്ട് വരയ്ക്കുകയും ആവശ്യമുള്ള സ്ഥലം ഓരോ എമൗണ്ട് കോളത്തിനും ലഭ്യമാക്കുകയും വേണം. അവിടെ കോമയിട്ട് അക്കങ്ങൾ എഴുതിയാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ കൂട്ടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിച്ചില്ല എങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് ഉത്തരങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസം വരും. പരീക്ഷയിൽ തിയറി ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. തിയറി ചോദ്യങ്ങൾ വിശദീകരിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ആശയങ്ങൾ നമ്പർ ഇട്ട് എഴുതിയാൽ മതിയാകും. എക്സാമ്പിൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം വിശദീകരിക്കാൻ ശ്രമിക്കുക. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിശദീകരിക്കേണ്ടത്. മുൻ വർഷങ്ങളിലുള്ള ചോദ്യപേപ്പറുകളുടെ ആൻസർ കീ പല മേഖലകളിൽ നിന്നും നമുക്ക് ലഭിക്കും. നിങ്ങളുടെ അധ്യാപകനും അത് ലഭ്യമാണ്. അത്തരം ആൻസർ കീ പരിശോധിച്ച് തിയറി ചോദ്യങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് അധ്യാപകനോട് ചോദിച്ച് മനസ്സിലാക്കണം. അനാവശ്യമായി എഴുതിയാൽ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് തെറ്റിപ്പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മാർക്കിന് മാക്സിമം നമുക്ക് 2 മിനിറ്റ് സമയമാണ് ലഭ്യമെന്ന് വീണ്ടും ഓർക്കണം. പാർട്ട് എയിൽ അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും 4 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് അറിയാമല്ലോ. ഓരോ ചാപ്റ്ററിൽ നിന്നും
എത്ര മാർക്ക് വീതം പരീക്ഷയ്ക്ക് വരും അത് മുൻകൂട്ടി നിശ്ചയിച്ച് അധ്യാപകരോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യപേപ്പർ നിർമ്മിക്കുക. ഈ ചോദ്യപേപ്പർ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഈ മുൻഗണനാ ക്രമം നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് മനസ്സിലാക്കിയിരിക്കണം. ഓരോ ചാപ്റ്ററിൻ്റെയും മുൻഗണന മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എക്സ്ട്രാ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് മാക്സിമം കിട്ടുന്ന മാർക്ക് മിനിമം കിട്ടുന്ന മാർക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കേണ്ടത് എങ്കിലും 11 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ എന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ. 13 മാർക്കിൻ്റെ ചോദ്യമാണ് മിനിമം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. എങ്കിലും അധിക ചോദ്യങ്ങൾ ചേർത്ത് 16ഓളം മാർക്കിൻ്റെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിന് കുട്ടികൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. ചാപ്റ്റർ 3 റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, റിട്ടയർമെൻറ്റ് ഡെത്ത്. ആ ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിൻ്റെ മിനിമം ചോദ്യമാണ് ചോദിക്കുക. എങ്കിലും അധിക ചോദ്യങ്ങൾ വിലയിരുത്തുമ്പോൾ 12ഓളം മാർക്കിൻ്റെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. നാലാമത്തെ ചാപ്റ്റർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ നിന്നും 11 മാർക്കിൻ്റെ മിനിമം ചോദ്യങ്ങൾ ഉണ്ടാകും. മാക്സിമം 30 മാർക്സ്, 13 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കുക. അങ്ങനെ 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് 52 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാനത് വീണ്ടും വിശദീകരിക്കുന്നില്ല. പാർട്ട് ബിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പാഠ്യഭാഗത്ത് നിന്നും നമുക്ക് 20 മാർക്കാണ് ലഭിക്കേണ്ടത്. ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും, അതായത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്നും നമുക്ക് 3 മാർക്കാണ് ലഭിക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് എഴുതേണ്ടത്. എങ്കിലും 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ചാപ്റ്റർ 3 യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മിനിമം ചോദിക്കുക. എങ്കിലും 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ചാപ്റ്റർ 4 ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ്, അവിടെ നമുക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കുക. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ചാപ്റ്റർ 5 അക്കൗണ്ടിംഗ് പാക്കേജ് ഗുനു ഘാട്ട, അവിടെ നിന്ന് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. 6 മാർക്കിൻ്റെ ചോദ്യങ്ങളോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ആറാമത്തെ ചാപ്റ്റർ ഡാറ്റാബേസ് മാനേജ്മെൻറ്റിൽ നിന്നും 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്കുണ്ടാവുക. ഞാൻ പറഞ്ഞു പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ചോദിക്കുന്നത്. സ്പ്രെഡ്ഷീറ്റിൽ നിന്നും ഗുനു ഘാട്ടയിൽ നിന്നും. ഈ 2 ചാപ്റ്ററുകളും നമ്മൾ വിട്ടുകളയരുത്. ചില കുട്ടികൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സെക്ഷൻ പാർട്ട് ബി വിട്ടുകളയുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. പാർട്ട് ബി വിട്ടുകളഞ്ഞ് ഏതെങ്കിലും ചോദ്യം പാർട്ട് എയിൽ നിന്ന് മിസ്സായാൽ നിങ്ങൾ തോറ്റുപോകാനുള്ള സാധ്യത ഉണ്ട്. പാർട്ട് ബി മാത്രം എഴുതി പരീക്ഷ അവസാനിപ്പിക്കുന്ന കുട്ടികളെയും കാണുന്നു. അതും തോൽവി ക്ഷണിച്ചു വരുത്തലാണ്. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള 2 മണിക്കൂർ സമയവും 15 മിനിറ്റ് സമയമുണ്ട്. ഈ സമയം മുഴുവൻ ഉപയോഗിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം. ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ ആരംഭിക്കുമ്പോൾ ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, അതുപോലെ പാർട്ണർഷിപ്പ് ഡീഡ്, കോണ്ടന്റ് ഓഫ് ഡീഡ്, പ്രൊവിഷൻസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നീട് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പഠിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 മെത്തേഡ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള 3-4 വ്യത്യാസങ്ങൾ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിനുശേഷം P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കുന്നവർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നിവ കൂടി പഠിക്കണം. അഡീഷണൽ ക്യാപിറ്റലും അഡീഷണൽ വിഡ്രോവിലും ഉള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പഠിക്കാൻ ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ മാസത്തിൻ്റെ അവസാനം, മാസത്തിൻ്റെ മധ്യം, മാസത്തിൻ്റെ തുടക്കം, ഈ 3 കണക്കുകളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങൾ പഠിച്ചത് എന്താണ് എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പഠിക്കാൻ നമ്മൾ പറഞ്ഞു, പക്ഷേ പരീക്ഷയ്ക്ക് അക്കൗണ്ട് ചോദിച്ചില്ല, ഒരു ജേണൽ എൻട്രി എഴുതാനാണ് ഒരുപക്ഷെ ചോദിക്കുക. അല്ലെങ്കിൽ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് വരയ്ക്കാൻ നിങ്ങളോട് ചോദിച്ചിരിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് P&L അക്കൗണ്ട് ചെയ്യാനുള്ള കണക്ക് തരും. ഈ 3 ചോദ്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഉത്തരം ഒന്നാണെന്ന് കുട്ടി അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് പാർട്ണർഷിപ്പ്.
ഇവിടെ നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ വിവിധ റീകോൺസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രൊസീജിയർ ഓഫ് അഡ്മിഷൻ, എന്തൊക്കെയാണ് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ലഭിക്കുക, അയാളുടെ കണക്കുകൾ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രൊസീജിയറുകൾ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനിലും അല്ലെങ്കിൽ പ്രോബ്ലത്തിലും ഈ സ്റ്റെപ്പുകൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ ഉത്തരം എഴുതണം. ആദ്യത്തെ ആശയമാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണണം. രണ്ടാമത് സാക്രിഫൈസിങ് റേഷ്യോ കാണണം. മൂന്നാമത് 2 കാര്യങ്ങളുണ്ട്, കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വില്ലും ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ലും പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഏതാനും റിസർവ്സ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നിവ പങ്കുവെച്ച് കൊടുക്കേണ്ടതുണ്ട്. ദെൻ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ചെയ്യണം. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം. ദെൻ പുതിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. ഇത്രയും പ്രൊസീജിയറുകൾ അഡ്മിഷൻ എന്ന് പറയുന്ന കണക്കിലുണ്ട്. ഇത് മാറി മാറി ചോദിച്ചില്ലെങ്കിലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ് 2ാമത്തെ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ഒരു 8 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ പോലും ഈ സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും അതിലുണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ ന്യൂ റേഷ്യോ കാണാനുള്ള ചോദ്യം ഉണ്ടാകാം, സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം, ഏതെങ്കിലും ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്, 5 മെത്തേഡുകൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഏതെങ്കിലും ഒരു മെത്തേഡ് ചോദിക്കാം. ഗുഡ് വിൽ ട്രീറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്, 2 മെത്തേഡുകളുണ്ട്. അതിൽ 6ഓളം എൻട്രികൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ എൻട്രികളായിരിക്കും ഒരുപക്ഷെ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഒരു വലിയ 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യം പ്രതീക്ഷിച്ചിട്ടാണ് പോയത് എങ്കിലും പരീക്ഷകൻ ഇങ്ങനെ നിങ്ങളെ പരീക്ഷിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് സെപ്പറേറ്റ് ചോദിക്കാൻ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം ചോദ്യങ്ങളിലൂടെ നിങ്ങൾ അഡ്മിഷൻ, ഒരു പാർട്ട്ണറെ എങ്ങനെ അഡ്മിറ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പരീക്ഷകൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും ആഴത്തിൽ പഠിച്ച് അതിൻ്റെ ആശയവും അതിൻ്റെ പ്രൊസീജിയറുകളും നന്നായി ഹൃദ്യസ്ഥമാക്കിയാൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും അല്പം കൂടി എളുപ്പമുള്ള ചാപ്റ്ററാണ് 3ാമത്തെ ചാപ്റ്ററായ റിട്ടയർമെൻറ്റ് ഡെത്ത് എന്ന പാഠഭാഗം. അവിടെ നമുക്ക് റിട്ടയർ ചെയ്യുന്ന ഒരു പാർട്ട്ണർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. അവിടെ ന്യൂ റേഷ്യോ കാണണം, ഗെയിനിങ് റേഷ്യോ കാണണം, അതുപോലെ തന്നെ റിട്ടയർ ചെയ്യുന്ന സമയം വരെയുള്ള പ്രോഫിറ്റ് കാണണം, ഏതെങ്കിലും റിസർവോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കണം, ഗുഡ് വിൽ ട്രീറ്റ് ചെയ്യണം, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, ബാലൻസ് ഷീറ്റ് ചെയ്യണം. ഇത്രയും പ്രൊസീജിയറുകൾ റിട്ടയർമെൻറ്റ് എന്ന പാഠഭാഗത്തെ കണക്കിലും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സെറ്റിൽമെൻറ്റ് ഓഫ് എമൗണ്ട് ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ കണ്ടുപിടിക്കലാണ് ഈ പാഠഭാഗത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ഈ പാഠഭാഗം പഠിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുഡ് വില്ലിൻ്റെ ഒരു എൻട്രി പ്രത്യേകം റിട്ടയർമെൻറ്റിൽ പഠിക്കേണ്ടതുണ്ട്. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് അയാൾക്ക് കൊടുക്കേണ്ട തുക ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഡെത്ത് ആകുന്ന സമയത്ത് അവിടെ നമ്മൾ ലോൺ അക്കൗണ്ടിന് പകരം എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതാനും മറക്കരുത്. 2ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് കൊണ്ട് 3ാമത്തെ ചാപ്റ്ററായ ഈ ചാപ്റ്റർ റിട്ടയർമെൻറ്റ് ഡെത്തിൽ നിന്ന് ഒരുപക്ഷെ എസ്സേ ചോദിക്കുകയില്ല. എങ്കിലും ഈ ഗുഡ് വില്ലിൻ്റെയും റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കേണ്ട തുക കണ്ടുപിടിക്കാനും വേണ്ടിയുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. ചാപ്റ്റർ 4 ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, വേസ് ഓഫ് പാർട്ട്ണർഷിപ്പ്, മോഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നിങ്ങനെ 3 ചോദ്യങ്ങൾ നിർബന്ധമായും ഈ ചാപ്റ്ററിൽ നിന്നും പഠിച്ചിരിക്കണം. ഡിസൊല്യൂഷൻ്റെ ചാപ്റ്റർ ആദ്യത്തെ 2 ചാപ്റ്ററുകളേക്കാൾ വളരെ എളുപ്പമാണ്. അവിടെ പുതിയ റേഷ്യോ കാണേണ്ടതില്ല. നമുക്ക് വേണ്ട അസറ്റ്സ്, ലയബിലിറ്റീസ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അസറ്റുകൾ വിറ്റ് ലയബിലിറ്റീസ് കൊടുത്ത് അതിൻ്റെ ചെലവ് കൊടുക്കുന്ന ഒരു കണക്കാണ് നമുക്ക് ഡിസൊല്യൂഷനിൽ ചെയ്യാനുള്ളത്. 1ാമത്തെ പാഠം മുതൽ 4ാമത്തെ പാഠം വരെ നമ്മൾ പഠിക്കുന്നത് പാർട്ട്ണർഷിപ്പാണെന്ന് അറിയാമല്ലോ. 1ാമത്തെ പാഠത്തിൽ നിന്നും പഠിച്ച ക്യാപിറ്റൽ അക്കൗണ്ട് 4ാമത്തെ പാഠത്തിലും ആവർത്തിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ചോദ്യം ചെയ്യുമ്പോഴും എന്താണ് ഈ ചോദ്യവും അടുത്ത ചോദ്യവും തമ്മിലുള്ള വ്യത്യാസമെന്ന് മനസ്സിലാക്കി വേണം അക്കൗണ്ടൻസി ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാൻ.
അതുമാത്രമല്ല, ഇത് തമ്മിലുള്ള താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസവും സാമ്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിലും P&L അക്കൗണ്ട്, റിവാലുവേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിയാമല്ലോ. എല്ലാത്തിൻ്റെയും ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് ഒക്കെ ചെലവും വരവുമായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നു. റിവാലുവേഷൻ അക്കൗണ്ടിൽ നിന്നും കൊടുക്കുന്ന ലാഭം പാർട്ട്നേഴ്സിന് കൊടുക്കുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുതന്നെയാണ് റിയലൈസേഷൻ അക്കൗണ്ടിലും ആവർത്തിക്കപ്പെടുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതെല്ലാത്തിലും ലാഭം പങ്കുവെക്കുന്നത്, നഷ്ടം പങ്കുവെക്കുന്നത്, നഷ്ടം രേഖപ്പെടുത്തുന്നത്, ലാഭം രേഖപ്പെടുത്തുന്നത് എല്ലാം ഒരേപോലെയാണെന്ന് മനസ്സിലാക്കണം. മൊത്തത്തിൽ പാർട്ട്ണർഷിപ്പിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യം അഡ്മിഷനിൽ നിന്നോ ഡിസൊല്യൂഷനിൽ നിന്നോ വരാനാണ് സാധ്യത. ബാക്കി ചോദ്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാ പാഠഭാഗത്തു നിന്നും ചോദിക്കും. CASൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, കോമ്പോണൻറ്റ്സ് എന്നിവ നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്, കോഡിംഗ് ഓഫ് അക്കൗണ്ട് എന്നിവയും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ 1-2 മാർക്കിൻ്റെ ഇത്തരം ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയ പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ വാൾട്ട് തുടങ്ങിയവയും നമ്മൾ ഒറ്റ വാക്കിൻ്റെ ചോദ്യങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൻ്റെ ചാപ്റ്ററാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഫീച്ചേഴ്സ്, കോമ്പോണൻറ്റ്സ്, റെഫറൻസസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഫങ്ഷൻസ് എല്ലാം തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഏത് ഫംഗ്ഷനാണ്, അത് ഏത് ഗ്രൂപ്പിൻ്റെ അടിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണം പറയാൻ, ഡേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ്റെ അടിയിലാണ്. അതുപോലെ തന്നെ ലോജിക്കൽ ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ, ലുക്കപ്പ് ഫംഗ്ഷൻ തുടങ്ങി എല്ലാ ഫംഗ്ഷൻസിൽ നിന്നും നമുക്ക് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഫംഗ്ഷനാണ് ചോദിക്കുക എന്ന് അറിയാത്തത് കൊണ്ട് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഉദാഹരണം, ലോജിക്കൽ ഫംഗ്ഷൻ, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ എന്നിവ ഒന്നുകൂടി പഠിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് തന്നെ തുടരുന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം, പേറോൾ ചെയ്യാനുള്ള ചോദ്യങ്ങൾ തിയറി പരീക്ഷയ്ക്ക് ചോദിക്കുക അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് സെൽ റെഫറൻസസുമായി ബന്ധപ്പെട്ട് ഒരു DA കാൽക്കുലേഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഡിപ്രിസിയേഷൻ, SLN ഫംഗ്ഷൻ തുടങ്ങിയ ചോദ്യങ്ങൾ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഗ്രാഫ് ആൻഡ് ചാർട്ട് ആണല്ലോ. ഗ്രാഫ് ആൻഡ് ചാർട്ടിൻ്റെ മെറിറ്റ്സ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഗ്രാഫ് നിർമ്മിക്കാൻ ആവശ്യമായ സ്റ്റെപ്സുകൾ ചോദിക്കാം, എലമെൻറ്റ്സ് ചോദിക്കാം. ഈ 2 ചോദ്യങ്ങളും മാറി മാറി ചോദിക്കാറുണ്ട്. 5ാമത്തെ ചാപ്റ്റർ ഗുനു കാട്ട എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇതും 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഈ ഗുനു കാട്ടയിൽ ഒരു കമ്പനി ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റെപ്സ് ചോദിക്കാം, അക്കൗണ്ട് തയ്യാറാക്കുന്നതിൻ്റെ സ്റ്റെപ്പ് ചോദിക്കാം, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിൻ്റെ സ്റ്റെപ്പ് ചോദിക്കാം, വൗച്ചറും വൗച്ചർ ടൈപ്പും അതിൻ്റെ ഷോർട്ട് കീയും ആയിട്ടുള്ള ഒറ്റവാക്കിലെ ചോദ്യങ്ങൾ ചോദിക്കാം. ഏതെങ്കിലും ലെഡ്ജർ അക്കൗണ്ടുകൾ തന്ന് അണ്ടർ ഏതാണെന്ന് എന്ന രീതിയിലുള്ള ഒരു ചോദ്യവും നമുക്ക് ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് വിട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കേണ്ടതില്ല. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന 6ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഡാറ്റാബേസിൻ്റെ വിവിധ കോമ്പോണൻസ്, ടേംസ്, എൻറ്റിറ്റി, റിലേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. ഏത് കാര്യവും ബുദ്ധിമുട്ടാണെങ്കിലും അത് സാധ്യമാക്കുന്നവനാണ് വിജയി. അത് സാധ്യമാണെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് കരുതുന്നവനാണ് പരാജിതൻ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസിയിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയുള്ള സമയം നമുക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിച്ച് പഠിച്ചാൽ നിങ്ങളെല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി ജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.